എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 15-ാം വാക്യം. യോഹന്നാൻ 9:15. അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് പരീശന്മാരും അവനോട് ചോദിച്ചു. അവൻ അവരോട്, അവൻ എൻ്റെ കണ്ണിന്മേൽ ചേറ് തേച്ച് ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അന്ധനായ യാചകനെ യേശു തമ്പുരാൻ സൗഖ്യമാക്കിയത് ഒരു ശബത്ത് നാളിലായിരുന്നു. തുപ്പൽ മണ്ണിൽ ചേർത്ത് ചെളിയുണ്ടാക്കിയതും അത് കണ്ണിൽ പൂശിയതും സൗഖ്യമാക്കിയതുമെല്ലാം ജോലി ചെയ്യുന്നതായും അങ്ങനെ ശബത്തിനെ ലംഘിക്കുന്നതുമായി പരീശന്മാർ വിമർശിക്കുന്നു. അവർ അതിനെ വളരെ ഗൗരവമായി കണക്കിലെടുക്കുകയും അത് സംബന്ധിച്ച് സൗഖ്യമായവനെ 2 പ്രാവശ്യവും അയാളുടെ മാതാപിതാക്കളെ 1 പ്രാവശ്യവും അവർ ചോദ്യം ചെയ്യുകയും ചെയ്തു. സൗഖ്യമായവൻ ഈ ചോദ്യം ചെയ്യലിനിടയിൽ യേശുവിന് അനുകൂലമായ നിലപാടെടുക്കുകയും അതിൻ്റെ ഫലമായി അയാളെ അവർ പുറത്താക്കുകയും ചെയ്തുവെന്ന് പിന്നീട് ഒരു 34-ാം വാക്യം വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ വേദഭാഗം നമ്മുടെ ചിന്തകളിൽ ഉണർത്തുന്ന ചില വിചാരങ്ങൾ: ഒന്ന്, യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതിൻ്റെ പരിണിത ഫലങ്ങൾ സഹിക്കുന്നതിന് അയാൾ തയ്യാറായിരുന്നു. യഹൂദ കൂട്ടായ്മയിൽ നിന്നും പുറത്താക്കപ്പെടുമെന്ന് അറിയാമായിരുന്നു എങ്കിലും അവൻ ഉറച്ചു നിന്നു. എന്നാൽ അവൻ്റെ മാതാപിതാക്കൾ യേശുവിനെ സ്വീകരിച്ച് പറയാൻ ഭയപ്പെട്ടു. അന്ധനെ സംബന്ധിച്ചിടത്തോളം മൃതപ്രായമായ മതനിയമങ്ങൾ ഒരു പ്രകാരത്തിലും അയാൾക്ക് സഹായകരമായിരുന്നില്ല. എന്നാൽ യേശുവുമായുള്ള അയാളുടെ സമ്പർക്കം അയാൾക്ക് വിമോചനദായകമായി തീർന്നു. അതുകൊണ്ട് യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതിനുള്ള ഒരു ആന്തരിക പ്രചോദനം അയാൾക്കുണ്ടായി. ദൈവകൃപ യേശുക്രിസ്തുവിലൂടെ അനുഭവമായതാണ് അയാളുടെ വിശ്വാസ പ്രഖ്യാപനത്തിന് മുഖാന്തരമായി തീരുന്നത്. 2, മതത്തിൻ്റെ ത്വാത്വിക തലങ്ങളെക്കാൾ അനുഭവതലത്തിനുള്ള മേൽക്കൈയാണ് ഈ വേദഭാഗം വ്യക്തമാക്കുന്നത്. സൗഖ്യമാക്കിയ പ്രവാചകൻ ശബത്ത് നിയമത്തെ ലംഘിക്കുകയാൽ ഒരു പാപിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ തള്ളിപ്പറയുക എന്നത് ദൈവത്തിന് പ്രസാദകരവും ദൈവമഹത്വത്തിന് ഉതകുന്നതുമായ കാര്യമാണ്. അങ്ങനെ ആ പ്രവാചകനെ തള്ളിപ്പറയാൻ പരീശന്മാർ സൗഖ്യം പ്രാപിച്ചവനോട് ആവശ്യപ്പെട്ടു. ഇങ്ങനെ പരീശർ ആവശ്യപ്പെട്ടപ്പോൾ സൗഖ്യമായവന്റെ വായിൽ നിന്നും അത്ഭുതകരമായ തരത്തിൽ ആധികാരികമായ വാക്കുകളാണ് പുറത്തു വന്നത്. അയാൾ പാപിയാണോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല. ഒന്ന്, ഞാൻ അറിയുന്നു, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ എനിക്ക് കാഴ്ചയുണ്ട് എന്നാണ് അയാൾ പറഞ്ഞത്. പരീശന്മാർ മതനിയമങ്ങൾ അനുസരിക്കുന്നതിനെപ്പറ്റി വളരെ കൂടുതൽ ബോധവാന്മാരായിരുന്നപ്പോൾ സൗഖ്യം പ്രാപിച്ചവൻ തൻ്റെ സൗഖ്യത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. സത്യസന്ധമായ മനുഷ്യാനുഭവങ്ങൾക്ക് ഇടമില്ലാത്ത മതനിയമങ്ങൾ കാലഹരണപ്പെട്ടു പോകും. വിശ്വാസയാത്രയിൽ അർത്ഥവത്തും ആധികാരികവുമായ അനുഭവങ്ങൾ ഇഴചേർക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. അതിന് സാധ്യതയില്ലാത്ത മതാത്മകത ഒട്ടും ആരോഗ്യകരമല്ല. യേശു നമുക്ക് സ്വാതന്ത്ര്യവും സൗഖ്യവും തരുമ്പോൾ അത് നമ്മുടെ ചിന്തകളിലും തീരുമാനങ്ങളിലും പ്രധാന ഘടകമായി ദൈവാരാധന നടത്താൻ നമുക്ക് കഴിയണം. 3, പരീശന്മാർ അവകാശപ്പെട്ടത് തങ്ങൾ മോശയുടെ ശിഷ്യരാണെന്നാണ്. മോശയോടും മോശൈക നിയമങ്ങളോടും അവർക്കുണ്ടായിരുന്ന പ്രതിബദ്ധത വളരെയധികം അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു. എന്നാൽ അവർ മോശയുടെ ന്യായപ്രമാണത്തെ കണ്ട രീതിയും അവ ഉപയോഗിക്കപ്പെട്ട രീതിയും അപകടകരമായ ചില മാനങ്ങളിലാണ്. മോശയിലൂടെ വെളിപ്പെട്ട ദൈവിക നിയമങ്ങൾ
ദൈവകൃപയുടെ ഒരു പ്രദർശനമായി അവരെ സ്വീകരിച്ചില്ല. സാമൂഹ്യ ജീവിതം കൈവിട്ടു പോകാതിരിക്കുന്നതിനും ഉടമ്പടി ബന്ധത്തിൽ ജനങ്ങളെ നിലനിർത്തേണ്ടതിനുമാണ് ദൈവം തൻ്റെ കൃപയിൽ നിയമങ്ങളെ നൽകിയത്. എന്നാൽ പരീശന്മാരാകട്ടെ ദൈവസന്നിധിയിൽ തങ്ങളുടെ നില ഉറപ്പാക്കുന്നതിനുള്ള കർമാചാരമായിട്ടാണ് അതിനെ കണ്ടത്. അവയനുസരിച്ചാൽ ദൈവം പോലും അനുഗ്രഹങ്ങൾ ചൊരിയാൻ കടപ്പെട്ടവനാകുമെന്ന ചിന്ത അവരെ ഭരിച്ചിരുന്നു. അതുകൊണ്ട് അവർ നിയമങ്ങളുടെ അക്ഷരങ്ങൾക്ക് അതിൻ്റെ ആത്മാവിനേക്കാൾ വില കൽപ്പിച്ചു. മശിഹാ സങ്കല്പത്തിൽ പോലും ഒരു രാഷ്ട്രീയ മശിഹായ്ക്കപ്പുറം കാണാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ പരമ്പരാഗതമായി മതവിശ്വാസികൾ എന്ന നിലയിൽ കൃപയുടെ മഴപ്പെയ്ത്തുകളെ സ്വീകരിക്കാൻ കഴിയാത്ത ബന്ധനങ്ങൾ നമുക്കുണ്ടോ എന്നത് ചിന്തിക്കണം. ഉളവായി വരുന്ന സങ്കീർണ സാഹചര്യങ്ങളോട് ജീവസത്തയോടെ പ്രതികരിക്കാൻ കഴിയാത്ത മൃതാവസ്ഥ നമ്മുടെ മതഘടനകൾക്കുണ്ടെങ്കിൽ അവ നവീകരിക്കപ്പെടേണ്ടത് അനിവാര്യമാണ് എന്ന ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിച്ച് സ്വാത്വികമായ ചില അവലോകനങ്ങളെക്കാൾ അനുഭവങ്ങളെ ദൈവത്തോടുള്ള ബന്ധത്തിൽ സ്വായത്തമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഈ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ അടുത്തു വരുന്നു. ഓണത്തിൻ്റെ ആഘോഷത്തിലും ലഹരിയിലുമൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ നാട് ക്രിസ്തുവിനാൽ സ്വാതന്ത്ര്യമാക്കപ്പെട്ട അനുഭവ ഉള്ളവരായി തീരുവാൻ സഹായിക്കണമേ. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി മഹാബലിയായി തീർന്ന ദൈവമാണല്ലോ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തു. ഞങ്ങൾക്ക് ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നൽകി രക്ഷയുടെ മഹാസന്തോഷത്തിലേക്ക് നയിക്കുന്ന കർത്താവിന് സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയിലും കൃപയിലും ഞങ്ങളെ സൂക്ഷിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങളുടെ സകലവിധ ആവശ്യങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരുമായവർ തങ്ങളുടെ പുതിയ വർഷത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ പ്രതിജ്ഞാബദ്ധമായി ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണം. യേശു മശിഹയുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക കാരുണ്യം നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.